PMCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPI അനുനയിപ്പിക്കാൻ ഒരുങ്ങുകയാണ് CPM എന്ന വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. CPI പ്രതിഷേധിക്കുക സർക്കാരിനെതിരെ ആയിരിക്കില്ല, NEPക്കെതിരെ ആയിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയും ചർച്ച നടത്തും എന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിനിടെ PMCയിലെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ 4 മണിക്ക് കാണാമെന്ന മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചിട്ടുണ്ട്. PMC പദ്ധതിക്കെതിരെ സംസ്ഥാന വ്യാപകമായി സമരം നടത്താൻ CPI ആലോചിക്കുന്നു. സർക്കാരിനെതിരെ എന്ന് പറയാതെ NEPക്കെതിരെയുള്ള സമരം എന്ന തരത്തിൽ നടത്താനാണ് ധാരണ. ഇന്ന് ചേരുന്ന CPI ദേശീയ സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്യും. അതേസമയം വിഷയം രാഷ്ട്രീയായുധമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. സംസ്ഥാന വ്യാപക സമരത്തിന് ഒരുങ്ങുന്നു. KSUവും യൂത്ത് കോൺഗ്രസും. ശിവൻകുട്ടി ABVP നേതാക്കൾ കണ്ടതും ഇപ്പോൾ വിവാദമായിട്ടുണ്ട്. ശിവൻകുട്ടി വഞ്ചകനെന്ന് ASF ജനറൽ സെക്രട്ടറി A അധനും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. റഹീസ് റഷീദും R റോഷിപാലും നോബൽ മാരിക്കാരനുമുണ്ട്. ആദ്യം റഹീസിലേക്ക്. റഹീസ്, ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് CPI അവരുടെ നിലപാട് NEPക്കെതിരെയാക്കി മാറ്റും. സർക്കാരിനെതിരെ എന്ന നിലപാടിൽ നിന്ന് മാറും. അങ്ങനൊരു നിലപാട് അവരെടുക്കില്ല. പകരം NEP ഒരു കാരണവശാലും നടപ്പിലാക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് എത്തും. സാധാരണ നമ്മൾ ഗോഡ് ഫാദർ സിനിമയിൽ ഒരു സീനുണ്ടല്ലോ, ആ സീനിൽ കാണിക്കുന്നത് പോലെയാണ്. അടിക്കുന്ന അടി ആരെയാണ് അടിക്കുന്നത് എന്ന് നോക്കുള്ളൂ. അച്ഛനെ അടിക്കാൻ പറയുന്ന സമയത്ത് ഇന്നസെന്റ് അടിക്കുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളെയാണ്. അപ്പോൾ അതേ അവസ്ഥയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. PMC പദ്ധതിയല്ല ഇനി നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. നേരിട്ട് ഇനി അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് NEP ആയിരിക്കും. ആ മട്ടിലേക്ക് കാര്യങ്ങൾ മാറിയോ റഹീസ്? എന്താണ് CPMന്റെയും CPIയുടെയും നീക്കം? CPI നേതാക്കൾ പല തട്ടിലുള്ള ചർച്ചകൾ ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ട്. അതിലിപ്പോൾ ധാരണയായിരിക്കുന്നത് PMCക്കെതിരെ സംസ്ഥാന തലത്തിൽ ക്യാമ്പയിൻ നടത്താനുള്ള ഒരു ധാരണ നേതൃതലത്തിൽ ഉണ്ടായി എന്നാണ് ചില പ്രധാനപ്പെട്ട ഒരു നിമിഷം കൂടി നമ്മൾ റഹീസ് റഷീദിലേക്കാണ് വന്നത്. റഹീസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിനിടയിലാണ് ഞാൻ തിരിച്ചു പോയത്. അപ്പോൾ എങ്ങനെയാണ് CPM അനുനയിപ്പിക്കാൻ പോകുന്നത്? ഇപ്പോൾ കെ രാജന്റെ പ്രതികരണം നമ്മൾ കണ്ടു. അത് പാർട്ടി ഒറ്റ ഒരു തീരുമാനം അറിയിക്കുക എന്നുള്ളതാണ്. മുന്നണി മര്യാദകളുടെ ലംഘനം എന്നൊക്കെ ഇന്നലെ നമ്മളോട് ഓഫ് റെക്കോർഡിലാണ് ഇതാണ് പറഞ്ഞതെങ്കിലും ഇപ്പോൾ പാർട്ടി എടുക്കുന്ന നിലപാട് NEPക്കെതിരെ നിലപാട് ഘടിപ്പിക്കുക, ഈ വിഷയത്തിൽ പഠിച്ചതിന് ശേഷം പ്രതികരണം എന്ന മട്ടിലേക്കൊക്കെ ആയിരിക്കും കാര്യങ്ങൾ പോവുക. എന്തായാലും LDFും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അല്ലേ? അരുൺ, LDF ഈ വിഷയത്തിൽ ഇടപെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അനുരഞ്ജനം നടത്താൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ വിഷയം ചർച്ച ചെയ്യും, CPIയെ ഗൗനിച്ച് തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ എന്നറിയിച്ചത്. TP രാമകൃഷ്ണനും പറഞ്ഞത് നിലവിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നതറിയാം, പക്ഷേ വ്യവസ്ഥകൾ സംബന്ധിച്ച ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല, അദ്ദേഹത്തിന് വന്നിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ പ്രതികരിക്കാനില്ല എന്നതാണ് പറഞ്ഞത്. CPIയെ സംബന്ധിച്ച് CPI PMCക്കെതിരെയാണ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്തുക എങ്കിൽ പോലും അത് വെറും ടെക്നിക്കലായി മാത്രമാണ്. കാരണം നേരത്തെ അരുൺ പറഞ്ഞതുപോലെ അടി മുഴുവൻ സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പിനുമായിരിക്കും കൊള്ളുക എന്ന കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് മുന്നണി എന്ന സംവിധാനത്തിൽ ഒരുമിച്ച് പോകുമ്പോൾ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. മന്ത്രിമാരെ പിൻവലിക്കുന്നത് അടക്കമുള്ള ആലോചനകൾ ഉണ്ടോ എന്ന് പ്രധാനപ്പെട്ട CPI നേതാക്കളോട് നമ്മൾ ചോദിച്ചിരുന്നു. അങ്ങനെ ഒരു ആലോചന ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും മറുപടി തന്നത് സെക്രട്ടേറിയറ്റ് ആയിരിക്കും ഇക്കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക എന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ഇന്ന് ചേരുന്നുണ്ട്. ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ടതിനു ശേഷം MV ഗോവിന്ദൻ ഇന്ന് വൈകിട്ട് ഒരു 3 മണിക്ക് ശേഷം മാധ്യമങ്ങളെ കാണും എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, AISFന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചോ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കുള്ള ഒരു